അപ്പൊ നിങ്ങളൊരു ടോക്സിക് റിലേഷൻഷിപ്പിലായിരിക്കും എന്നുള്ളതിന്റെ ഒരു കുറച്ച് സൂചനകളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഒരു ഏർലി ഇന്റർവെൻഷൻ ആവശ്യമാണ്. ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആലിസ് മാത്യു. എന്താ എല്ലാവർക്കും സുഖം തന്നെ? ടോക്സിക് റിലേഷൻഷിപ്പിന്റെ ദൂഷ്യവശങ്ങളും അതും മൂലം ഉണ്ടാകാവുന്ന ആഘാതങ്ങളെ കുറിച്ച് ഞാൻ കുറെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്റെ പൊന്നെ, അതിന്റെ റെസ്പോൺസ് കണ്ടിട്ട് ഞാൻ എൻ്റെ തല ചെകിടിച്ചു പോയെന്ന് പറഞ്ഞാൽ ചെകിടിച്ചു പോയി. അത്രയ്ക്കും ഹൃദയസ്പർശിയായിട്ടുള്ള കമന്റ്സുകളാണ് എനിക്ക് കിട്ടിയത്. ഇത്രയധികം സ്ത്രീകൾ ഈ 21st സെഞ്ചുറിയിൽ ഇതുപോലത്തെ പീഡനങ്ങൾ അല്ലെങ്കിൽ അബ്യൂസ് അനുഭവിക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്തപ്പോൾ ശരിക്കും സങ്കടം വന്നുപോയി കേട്ടോ. ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ഇത്രയും പേര് റെസ്പോണ്ട് ചെയ്തിരിക്കുന്നെന്ന് പറഞ്ഞെന്ന് കഴിഞ്ഞാൽ അത് ആകെയുള്ളതിന്റെ 1.1% ആൾക്കാർ പോലും റെസ്പോണ്ട് ചെയ്തിട്ടില്ലെന്നുള്ളതാണ്. അപ്പോൾ എന്തുമാത്രം സ്ത്രീകളാണ് ഇതുപോലത്തെ പീഡനത്തിന് ദിവസവും ഇരയായിത്തീരുന്നത്. ഇപ്പൊ നമ്മള് കേരളത്തിൽ ഇതുപോലെ സ്ത്രീകളൊക്കെ പീഡനം അനുഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ടു ആൻ എക്സ്റ്റെന്റ് നമ്മൾക്ക് അതങ്ങ് ഉൾക്കൊള്ളാം. പക്ഷേ ഇത്രയും വികസിതമായിട്ടുള്ള അമേരിക്കൻ രാജ്യങ്ങളിൽ പോലും നമ്മുടെ സ്ത്രീകൾ, മലയാളികൾ ഇതുപോലത്തെ പീഡനങ്ങൾ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് ശരിക്കും ഹൃദയഭേദകം തന്നെയാണ്. എങ്കിലും ഞാൻ ആദ്യം തന്നെ ഒന്ന് പറഞ്ഞോട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ ലോങ് ടേം റിലേഷൻഷിപ്പിൽ ഫിസിക്കൽ, മെന്റൽ ആൻഡ് ഇമോഷണൽ അബ്യൂസ് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ അതുപോലത്തെ ജീവിതത്തിൽ അങ്ങ് ട്രാപ്ഡ് ആണെന്ന് തോന്നിയെന്നാലും നിങ്ങൾക്ക് ഇനി ഇതിനെക്കുറിച്ച് ഒന്ന് ഫൈറ്റ് ചെയ്യാനുള്ള എനർജി ഇല്ലെന്ന് വെച്ചെന്നാലും സാഡ് ന്യൂസ് എന്താണെന്ന് വെച്ചെന്നാൽ ഇങ്ങനത്തെ റിലേഷൻഷിപ്പിൽ നിന്ന് എങ്ങനെ ഇറങ്ങിപ്പോരണമെന്ന് പൂർണ്ണമായും പറയാൻ സാധിക്കത്തില്ലെന്നുള്ളതാണ് ഒരു വാസ്തവം. കാരണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഓരോരുത്തരുടെയും അനുഭവങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കും അല്ലേ? ജീവിത സാഹചര്യങ്ങൾ, നിങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങളുടെയും ഒക്കെ ഇന്റൻസിറ്റി അല്ലെങ്കിൽ ലെവൽ എന്തുമാത്രം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയാൻ പറ്റൂ. എനിഹൗ, നിങ്ങൾ ഇങ്ങനെ ഇപ്പോൾ ഒരു ലോങ് ടേം ഒരു പീഡനം അനുഭവിക്കുന്നുണ്ടെന്നുള്ളതിന്റെ ലക്ഷണങ്ങൾ എന്താണെന്നൊക്കെ പറയാം. അപ്പോൾ നിങ്ങൾ തന്നെ തീരുമാനിക്കണം, ആ റിലേഷൻഷിപ്പിൽ തന്നെ നിൽക്കണമോ അതോ അവിടെ നിന്നും വിട്ടുമാറണമോ എന്ന് നിങ്ങൾക്ക് മാത്രമേ തീരുമാനിക്കാൻ സാധിക്കൂ കേട്ടോ. അപ്പോൾ എന്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഏർലി ഇന്റർവെൻഷൻ ആവശ്യമാണ്. നിങ്ങൾ ഇതുപോലത്തെ അബ്യൂസ് ആയിട്ട് നിങ്ങളുടെ ലൈഫ് അങ്ങ് ഹോമിക്കപ്പെടാതെ ഇരിക്കാൻ വേണ്ടി ഏർലി ഡിറ്റക്ഷൻ ഈസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ നിങ്ങൾ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലായിരിക്കും എന്നുള്ളതിന്റെ കുറച്ച് സൂചനകളൊക്കെ ഉണ്ട്. അത് നിങ്ങളോടൊന്ന് പറയാം. എന്നും പറഞ്ഞുകൊണ്ട് ആര് കേട്ടോ ഈ സൂചന അങ്ങനെയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ചുമ്മാതെ ഒന്നും ഒരു സൂചനകളും എടുക്കരുത്. അതിന് നമുക്ക് ബെനിഫിറ്റ് ഓഫ് ദ ഡൗട്ട് കൊടുക്കണം. ശരി, റിയൽ ലൈഫിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് വഴക്ക് പിടിച്ചെന്നിരിക്കും. പക്ഷെ അവർ രണ്ടുപേരും കൂടി അതിന്റെ ഒരു റീസണിങ് ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ട് അതിൽ നിന്ന് എങ്ങനെയായിട്ട് നല്ലൊരു ലൈഫ് നടത്താമെന്നാണ് സാധാരണ എല്ലാവരും ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ചുമ്മാതെ നോക്കിയിരുന്ന് അങ്ങനെയൊന്നും ചെയ്തേക്കരുത് കേട്ടോ. അയ്യോ ഇത് അങ്ങനെയാന്നും പറഞ്ഞുകൊണ്ട്. എങ്കിലും ഞാൻ പിന്നെയും പറയുവാണ്, ഒരുപാട് പേര് ഇങ്ങനത്തെ ബാഡ് സിറ്റുവേഷനിൽ കൂടെ പോയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാതെ കിടന്ന് കഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പം ചില സൂചനകൾ നിങ്ങളോട് പറയാമെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ആദ്യത്തെ സൂചന എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കറിയില്ല നിങ്ങളുടെ സന്തോഷം എവിടെ പോയെന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ ബേസിക് നീഡ്സ് എല്ലാം കോംപ്രമൈസ് ചെയ്തു കഴിഞ്ഞു. അതും അല്ലെങ്കിൽ ഈ സന്തോഷം എന്തുവാണ്, സമാധാനം എന്തുവാണ്, ഒരു പീസ്ഫുൾ ലൈഫ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ മേലാത്ത ഒരു സിറ്റുവേഷൻ അങ്ങ് ആയിപ്പോയിരിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ വീട്ടിൽ ശാന്തിയും സമാധാനവും നമ്മുടെ കുടുംബ ഭദ്രതയും എല്ലാം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ പോട്ടെ അങ്ങ് ക്ഷമിച്ച് അങ്ങ് പോവുകയാണ്. വഴക്ക് പിടിച്ചു. കാരണം കുടുംബജീവിതം ഒരിക്കലും പട്ടുമെത്തയല്ലെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പൊ പട്ടുമെത്തയിൽ കിടക്കാനായിട്ട് ആരും അത്ര അങ്ങോട്ട് ശ്രമിക്കാറില്ല. ഇതൊക്കെ ജീവിതത്തിന്റെ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ലൈഫ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ നമ്മൾ എടുക്കും. പക്ഷേ ഒരു പോയിന്റ് ഉണ്ട്, സന്തോഷം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാൻ മേല, സമാധാനം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയത്തില്ല. എവിടെയും സാക്രിഫൈസ് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നത് എന്ന് ആലോചിക്കണം. അതാണ് ഒന്നാമത്തെ ലക്ഷണം. ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം. ചിലപ്പോൾ നിങ്ങളുടെ ഭർത്താവ് പറഞ്ഞേക്കോ, നിന്റെ വീട്ടുകാരുമായിട്ടൊന്നും ഒരു കണക്ഷനും വേണ്ട, വീട്ടിൽ പോകാൻ പറ്റില്ല, അല്ലെ പോയെങ്കിൽ അന്നേരം തന്നെ ഇനി തിരിച്ചു വരണം, അല്ലെ വീട്ടുകാർക്കൊന്നും സഹായം ചെയ്യാനൊന്നും പറ്റുകയില്ല, അവരോട് സംസാരിക്കാൻ പാടില്ല. ഇതൊക്കെ എനിക്ക് വന്ന കമന്റുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് കേട്ടോ. അങ്ങനെയൊക്കെ പറയുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ എന്തോ എടുക്കുമെന്ന് അറിയാമോ? എന്നാ പിന്നെ പോട്ടെ, കാരണം അയ്യോ എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, ഞാൻ ഇങ്ങനെ വഴക്ക് പിടിക്കാനായിട്ട് എനിക്ക് മേല,
അതുകൊണ്ട് എൻ്റെ വീട്ടുകാരോട് മിണ്ടണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട. എൻ്റെ അപ്പനും അമ്മയ്ക്കും അല്ലെങ്കിൽ എൻ്റെ ആംഗ്ലമാർക്കും എൻ്റെ സിബ്ലിങ്സിനൊക്കെ ഞാൻ എൻ്റെ സ്വഭാവം അറിയാം, അതുകൊണ്ട് അവരതിനകത്ത് തെറ്റിദ്ധരിക്കുകയില്ല എന്നും പറഞ്ഞുകൊണ്ട് കോംപ്രമൈസ് ചെയ്ത് ജീവിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, നമ്മളിങ്ങനെ കോംപ്രമൈസ് ചെയ്ത് ത്യജിച്ച് അല്ലെ സാക്രിഫൈസ് ചെയ്ത് ജീവിക്കുമ്പോഴേതിനുണ്ടല്ലോ നമ്മുടെ ആ ടെൻഷനും എല്ലാം അങ്ങ് കൂടുകയാണ്, നമ്മളങ്ങ് ബോയിൽ ചെയ്യുവാണ് ഇൻസൈഡിൽ കേട്ടോ. അപ്പൊ ചിലരൊക്കെ പറയും നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഡ്രസ്സ് മേടിക്കാൻ പോലും സമ്മതിക്കത്തില്ല എന്നാ, അതിനെല്ലാത്തിനും കണക്കാണ്, ഒരു പൈസ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് നമുക്ക് എങ്ങനെ ജീവിക്കാനായിട്ട് പറ്റൂല്ലേ? അങ്ങനെയുള്ളപ്പോഴത്തേന് അത് നമ്മളെ അങ്ങ് ടെൻഷനും സ്ട്രെസ്സും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ഇങ്ങനെ ഒരു സൈഡിൽ മാത്രം ഈ ഭാര്യ മാത്രം എല്ലാം കോംപ്രമൈസ് ചെയ്ത് സാക്രിഫൈസ് ചെയ്ത് അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേഗം നീരസം ഉണ്ടാകും. കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനുണ്ടല്ലോ അയ്യോ ദേഷ്യം വരും. അപ്പൊ നിങ്ങൾക്ക് അറിയത്തില്ല നിങ്ങൾക്ക് സന്തോഷം എന്നാണ്, സമാധാനം എന്താണെന്ന് നിങ്ങൾക്ക് നിർവചിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അത് അനുഭവിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് യാതൊരു ബോധ്യവും ഇല്ല. ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾ ബേൺ ഔട്ട് ആയി പോകും. പിന്നെ രണ്ടാമത്തെ സൈൻ എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളോട് പറയുകയാണ് നീ ഇൻസെയിൻ, യു ആർ ക്രേസി. ഞാൻ എന്നാ പറഞ്ഞു പറഞ്ഞാൽ നീ അതേ കയറി പിടിച്ചോണ്ടിങ്ങ് വരുവാണേ, യു ആർ ക്രേസി. ഇനിയിപ്പം നിങ്ങളുടെ പാർട്ട്ണർ ഒന്ന് ചീറ്റ് ചെയ്തിട്ട് നിങ്ങൾ റെഡ് ഹാൻഡഡ് ആയിട്ട് പിടിച്ചാൽ പോലും പുള്ളി പറയും നിന്റെ തോന്നലാണ്, നീ എന്നതാണെങ്കിലും കുറ്റം കാണാനായിട്ട് ഇരിക്കുകയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം പറയുന്നത്, നിന്റെ മനസ്സാണ് നിന്നെ ആദ്യമായിട്ട് ശരിയാക്കേണ്ടത്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല, കംപ്ലീറ്റ്ലി ഡിനേ ചെയ്യുകയാണ്. റെഡ് ഹാൻഡഡ് ആയിട്ട് പിടിച്ചാൽ പോലും ഡിനേ ചെയ്യും. അത് കേട്ടാൽ ആരും അതിന് പ്രതികരിച്ചു പോകും. പ്രതികരിക്കരുതെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നിങ്ങൾ പ്രതികരിച്ചു പോകും. അപ്പോൾ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് നിങ്ങളും വോയിസ് റേസ് ആക്കിയെന്നിരിക്കും, ചുരുക്കം പറഞ്ഞാൽ വഴക്ക് പിടിച്ചെന്നിരിക്കും അല്ലേ. അന്നേരം നിങ്ങളുടെ പാർട്ണർ പറയണേ നീയാണ് എല്ലാത്തിനും കുറ്റക്കാരി, നീയാണ് ഒച്ച വെച്ചോണ്ട് വരുന്നത്, ഞാനിവിടെ സമാധാനമായിട്ട് ഇരിക്കുമായിരുന്നു, അപ്പത്തേ ഓരോന്നും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്ന കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ആ പാർട്ണറിന്റെ തെറ്റുകൾ അങ്ങ് മറയ്ക്കാൻ വേണ്ടി നിങ്ങളുടെ പുറത്തോട്ട് ബ്ലെയിം ഇടും. അപ്പൊ കുറെ അങ്ങനെ ആയിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടല്ലോ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഓർക്കും യോ ശരിക്കും എൻ്റെ ആയിരിക്കും കുറ്റം, കാരണം ഞാനല്ലേ ഇന്ന കാര്യത്തിന് ഞാൻ അങ്ങോട്ട് ചോദിച്ചപ്പോഴല്ലേ ഇങ്ങനെ പ്രശ്നം ഉണ്ടായത്, അല്ലെങ്കിൽ പുള്ളി ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാനല്ലേ അതിന് വഴക്കുണ്ടാക്കി എന്നൊക്കെ നമുക്കൊരു ഭയങ്കരമായിട്ടും ഒരു ഗിൽറ്റ് ഫീലിങ്സ് വരും. ആക്ച്വലി ഈ നാർസിസിസ്റ്റിന്റെ ഒക്കെ ആവശ്യം എന്നാന്ന് പറഞ്ഞാൽ നിങ്ങളിൽ ഒരു ഗിൽറ്റി ഫീലിങ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. കാരണം അവർ ഭയങ്കര മാനിപ്പുലേറ്റീവ് ആണ്. അതിനാണ് ഈ ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. അവസാനം നിങ്ങൾ ഓർക്കും ഓയ്ക്കും നിങ്ങളാണ് ഇൻസെയിൻ. നിങ്ങളിങ്ങനെ വഴക്ക് പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മക്കളാണെങ്കിലും ഓർക്കും അയ്യോ ഈ അമ്മ എന്നെ വഴക്കാളിയാണെന്ന് അവര് പോലും നമ്മളെ തെറ്റിദ്ധരിച്ചു പോയിരിക്കും. അവർക്കൊന്നും ഇതിന്റെ ഉള്ളുകളികൾ മനസ്സിലാകത്തില്ല. കാരണം നിങ്ങളുടെ പാർട്ട്ണർ ഭയങ്കര വിദഗ്ധമായിട്ട് നിങ്ങളെ തന്നെ ബ്ലെയിം ചെയ്യിപ്പിക്കും. അപ്പൊ അതാണ് രണ്ടാമത്തെ ലക്ഷണം. മൂന്നാമതായിട്ടുള്ള ഒരു ലക്ഷണം എന്നാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ ഡിക്റ്റേറ്റ് ചെയ്യുന്നുണ്ടോ. ഇന്നതേ വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഞാൻ പോയി വാങ്ങിച്ചോണ്ട് വരും, നീ അങ്ങോട്ട് കുക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നിനും ഒരു സ്വാതന്ത്ര്യമില്ല, ഒരു 5 പൈസ പോലും ചെലവാക്കാനായിട്ട് നിങ്ങൾക്ക് പെർമിഷൻ ഇല്ല. വാസ്തവം പറയാൻ നിങ്ങളായിരിക്കും വീട്ടിലെ, പ്രത്യേകിച്ച് അമേരിക്കയിലൊക്കെ ഉള്ളപ്പം സാധാരണ നേഴ്സുമാരൊക്കെ ആകുമ്പോൾ അവർക്കായിരിക്കും കൂടുതൽ ശമ്പളമൊക്കെ ഉള്ളത്. ഭർത്താക്കന്മാർക്ക് കൂടുതൽ ശമ്പളം ഇല്ലെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്, ഒരു ആവറേജ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും സ്ത്രീകളാണ് കൂടുതൽ സമ്പാദിച്ചുകൊണ്ട് വരുന്നത്. പക്ഷേ ഇത്രയും കൂടുതൽ സമ്പാദിച്ചുകൊണ്ട് വന്നിട്ടാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്തുനിന്ന് ഒരു 10 പൈസ നിങ്ങളുടെ സ്വന്തം ആവശ്യത്തിൻ്റെ അടുത്ത് ചെലവാക്കാൻ പറ്റത്തില്ല. ഉടനെ ക്വസ്റ്റനിങ് ആണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ഒരു കല്യാണമോ അല്ലെങ്കിൽ ഒരു കൊച്ചിനേമൊക്കോ അല്ലെ ഒരു അത്യാവശ്യമുണ്ട്, നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും കുറച്ച് രൂപ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് എടുത്തു കൊടുക്കാനായിട്ട് ഒരു പെർമിഷനും ഇല്ല. പറഞ്ഞ് എന്തിനാണ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ഈ നാർസിസിസ്റ്റ് ആയിട്ടുള്ളവരൊന്നും ചെയ്യിപ്പിക്കത്തില്ല. അപ്പൊ നിങ്ങളെ ഒരു അടിമ പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. നിങ്ങൾ പോയി പൈസ ഉണ്ടാക്കിക്കൊണ്ട് വരണം, വീട്ടുജോലി നോക്കണം, കുഞ്ഞുങ്ങളെ നോക്കണം, ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കണം, അങ്ങനെയെല്ലാം ചെയ്ത് നീ അടങ്ങി ഒതുങ്ങി ഇവിടെ കഴിയുക. സ്ത്രീകൾക്കൊന്നും തിരിച്ചു പറയാൻ പാടില്ല. തിരിച്ചെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവള് കേമിയാണേ, അവൾ എന്നാ ഒരു സാധനമാണെന്ന് പറയും. പക്ഷെ അവര് അനുഭവിക്കുന്ന വേദനകളുടെ അവസാന ഭാഗമായിട്ടാണ് അവര് തിരിഞ്ഞു കൊത്തുന്നെന്നുള്ള വിചാരം അവർക്കില്ലാതെ പോകും കേട്ടോ. ഞാൻ ഭൂരിപക്ഷം സ്ത്രീകളെ കുറിച്ചാണ് പറയുന്നത്. നാലാമത്തെ ലക്ഷണം എന്നാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, എവരിബഡി പേ അറ്റൻഷൻ എന്നേ ഞാൻ പറയുള്ളൂ. നിങ്ങളൊരു നാർസിസിസ്റ്റിക് അല്ലെങ്കിൽ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലാണെന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ നമുക്ക് ക്ഷമിക്കാനും സഹിക്കാനും കഴിയും. ആദ്യമൊക്കെ പറയുമ്പോൾ അതൊരു ഫണ്ണായിട്ട്, ഇപ്പൊ ഹസ്ബൻഡ് അങ്ങനെ പറയരുത് ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞാൽ അല്ലെ അവരോട് മിണ്ടണ്ട, എല്ലാവരോട് കൂടണ്ട, നിന്റെ വീട്ടുകാരോട് നോക്കണ്ട, അവർക്കൊന്നും കൊടുക്കണ്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാരമില്ലെന്ന് പറയും. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഓർക്കുന്നുണ്ടോ, ഒരു ഹസ്ബൻഡ് ഭാര്യയോട് പറഞ്ഞതാണ്, ആ ഭാര്യ എൻക്ലെക്സ് എഴുതി പാസ്സായി അമേരിക്കയിൽ ജോലി കിട്ടി ഭർത്താവിനെ മക്കളെയായിട്ട് കൊണ്ടുവരുമ്പോൾ ആ ഭർത്താവ് ഭാര്യയോട് പറയുകയാണെ
നീ പരീക്ഷ എഴുതി പാസ്സായിട്ട് വന്നതാണെന്ന് പറയണ്ട. ആ ഭർത്താവിന്റെ ബ്രദറോ സിസ്റ്ററോ ആരാണ്ട് നിന്നെ അമേരിക്കയ്ക്ക് കൊണ്ടുവരുവാണെന്നേ പറയാവുള്ളെന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നേഴ്സ് ആരെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കും? ഞാനാണെങ്കിൽ ചെയ്യത്തില്ല കേട്ടോ, ഞാൻ ചെയ്യത്തില്ല. എന്തിനാ നുണ പറയുന്നേ? പക്ഷേ ആ ഒരു സ്ത്രീ അതുപോലും സാക്രിഫൈസ് ചെയ്ത് പോട്ടെ. കാരണം പെണ്ണുങ്ങൾ എപ്പോഴും ഓർക്കുന്നത് എന്നാന്നറിയാമോ? കുടുംബത്തെ ഓർത്തും മക്കളെ ഓർത്തും ആ സ്ത്രീ പറഞ്ഞു, ഇനിയിപ്പോ അത് ഞാൻ ഇനി ഇച്ചിരി പൊങ്ങച്ചമാണെങ്കിൽ അങ്ങനെ അങ്ങ് ഇരിക്കട്ടെ, അത് എന്റെ വീട്ടുകാരെ കേമാണെന്ന് പറഞ്ഞാൽ ഇരിക്കട്ടെ, പോട്ടെ. ശാന്തിയും സമാധാനവും വേണമെന്ന് വിചാരിച്ചാണ് ആ സ്ത്രീ അതങ്ങ് സമ്മതിച്ചത്. പക്ഷെങ്കിൽ അതങ്ങോട്ട് ആ പാറ്റേൺ, അപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ തല കുനിച്ച് കഴിഞ്ഞ് നമ്മൾ അങ്ങ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇവര് നമ്മുടെ തലയിൽ കയറിയിരുന്ന് നിരങ്ങുമെന്ന് പറയുന്ന പോലെയുള്ളൊരു ഇതാണ്. കാരണം ഇവളോടാകാം, ഇവൾ ഇത്രയ്ക്കേ ഉള്ളൂ, അപ്പൊ അവളോട് ഇനി അങ്ങനെ ചെയ്യരുതെന്ന് പറയാമെന്നുള്ള ആ രീതിയിൽ അങ്ങനെ ഇങ്ങോട്ട് പോകും. ഒരു കുറച്ചായി ഒരു 4-5 എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞു കഴിയുമ്പോഴത്തേനുണ്ടല്ലോ, നമ്മളെ ഹ്യൂമൻ ബീയിങ് ആണ്, നമുക്കും വേണം റെക്കഗ്നീഷനും അല്ല, ഇല്ലേ? വലിയ ഫ്ലെക്സ് വെച്ചൊന്നും നമ്മളെ അഭിനന്ദിക്കുകയൊന്നും വേണ്ട എന്ന് പറഞ്ഞെന്ന് പറയാൻ, നമ്മളാണെന്നുള്ള ഒരു രീതിയിൽ നമ്മളെ റെസ്പെക്ട് കിട്ടാതെ വരുമ്പോഴത്തേനും നമുക്ക് എന്നാ വരും? ഡിപ്രഷൻ വരും, ആങ്സൈറ്റി വരും, സ്ട്രെസ് ലെവൽ കൂടും, ഫിസിക്കലായിട്ടും മെന്റലായിട്ടും ഇമോഷണലായിട്ടും ഡ്രെയിൻ ആയി പോയെന്നിരിക്കാം, നമുക്കൊന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുകയില്ല, ആകെ ഒരു വിഷമമായിട്ട് പോകും. അത് വെരി ഡേഞ്ചറസ് ആണ്. സപ്പോസ് ആർക്കെങ്കിലും അതുപോലെ ഒരു ഡിപ്രഷനിൽ കൂടെ പോവുകയാണ്, അല്ലെ ആങ്സൈറ്റിയിൽ കൂടെ പോവുകയാണ്, അല്ലെ പേടിയാണ് ഇനിയും വരുമ്പോൾ ഇന്ന് എന്നതായിരിക്കും പ്രശ്നം, ഇനി ഞാനാണോ കുറ്റക്കാരി, എൻ്റെ കുറ്റം കൊണ്ടായിരിക്കാം ഇതെല്ലാം സംഭവിക്കുന്നുള്ള ആ ഒരു ആദിയില് സ്ട്രെസ് കൂടുന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടും ആ സമയത്ത് പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കണം. സൈക്കോളജിക്കൽ കൗൺസിലിങ്ങോ എന്തുവാണെന്ന് പറഞ്ഞാലും തെറപ്പി എടുക്കേണ്ട അത്യാവശ്യമാണ്. കാരണം നിങ്ങളുടെ മെന്റൽ സാനിറ്റി തിരിച്ചു കൊണ്ടുവന്ന് നിങ്ങളായിട്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കണം. അത് അത്യാവശ്യമുള്ളൊരു കാര്യമാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ വിഷമങ്ങൾ വരുമ്പോൾ നമ്മുടെ ആ സ്റ്റിഗ്മ, സോഷ്യൽ സ്റ്റിഗ്മ എന്നും അല്ലേ വെക്കേണ്ടത്. നമുക്ക് നമ്മുടെ ജീവിതത്തിലോട്ട് അല്ലെ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കളുമായിട്ട് സ്നേഹിച്ച് സന്തോഷമായിട്ട് പോകാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കണം. അതിനു വേണ്ടിയാണ് നമ്മൾ തെറപ്പി എടുക്കുന്നത്. അപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് പോയിട്ട് തെറപ്പി എടുത്ത് നോക്കിയിട്ട് നമ്മുടെ ആ റിലേഷൻഷിപ്പിനെ മെൻഡ് ചെയ്ത് ഒരു നല്ലൊരു റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പൊ ഈ ലക്ഷണങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ അവരെ ഡിച്ച് ചെയ്തിട്ടല്ലേ ഉപേക്ഷിച്ചിട്ട് പോകാനായിട്ടല്ലേ ഞാൻ പറയുന്നത്. അതൊക്കെ വേർഡ് സിനറിയോ ആണ്. ബിഗിനിങ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഈ രോഗലക്ഷണങ്ങൾ കാണുന്ന ആദ്യ സ്റ്റേജിലൊക്കെ ആണെങ്കിൽ നമുക്കത് നോർമലിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. മനസ്സിലായോ? അല്ലാതെ നിങ്ങളത് കോംപ്രമൈസ് ചെയ്ത് പോട്ടെ എന്നും പറഞ്ഞിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നാല് ഒരു പോയിന്റില് നിങ്ങൾ ബെസ്റ്റ് ഔട്ട് ആകും. അതിനകത്ത് യാതൊരു സംശയവും ഇല്ല കേട്ടോ. എന്തുമാത്രം നാൾ നമുക്ക് മൂടി വെക്കാനായിട്ട് സാധിക്കും. കുറെയെല്ലാം നമ്മൾ മൂടി വെക്കും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എടുത്തു ചാടുകയും ചെയ്യുകയല്ലേ വേണ്ടത്. സപ്പോസ് നിങ്ങൾ രണ്ടുപേരും കൂടെ സംസാരിച്ചിട്ട് എങ്ങും എത്തുന്നില്ലെന്ന് പറഞ്ഞെന്നാൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് കണിശമായിട്ടും എടുക്കണം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതൊക്കെയാണ് ഒരു ടോക്സിക് റിലേഷൻഷിപ്പിന്റെ ലക്ഷണങ്ങൾ. അപ്പോൾ നിങ്ങൾ തന്നെ തീരുമാനിക്കണം എന്ത് ചെയ്യണം, നിൽക്കണോ പോണോ എന്ന്. അപ്പോൾ എല്ലാവരും നല്ല തീരുമാനമെടുക്കൂ. നിങ്ങളുടെ കുടുംബ ഭദ്രത വേണം, അതിനകത്ത് സ്നേഹവും സന്തോഷവും വേണം. കുഞ്ഞുങ്ങളും ഭർത്താവും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് ചിലപ്പോൾ ചില ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ അതിന്റെ തെറപ്പി എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സേവ് ചെയ്യാനായിട്ട് സാധിക്കും. സേവ് ചെയ്യാൻ പറ്റുമല്ലാത്ത ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ വേണ്ടത് ചെയ്യണം. കാരണം നിങ്ങൾക്കും ഒരു ജീവിതം ഉണ്ടെന്നുള്ളത് മറക്കരുത്. സന്തോഷവും സമാധാനവും ആയിട്ട് ജീവിക്കാൻ ഒരു അർഹത നിങ്ങൾക്കുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലത് ഭവിക്കട്ടെ. എല്ലാവരുടെയും റിലേഷൻഷിപ്സ് എല്ലാം സന്തോഷമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ദൈവം സഹായിക്കട്ടെ.